കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ ശശി എന്നൊരു യുവാവിനുണ്ടായ അപകടമാണ് ഞങ്ങൾ എന്നിവിടെ അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ തലമുറയുടെ പ്രതികരണം എങ്ങനെയാണെന്നും എന്തൊക്കെയാണെന്നും നമുക്കറിയില്ല. ഇന്ത്യ ഒട്ടാകെ കാണുന്നത് ഇതൊക്കെ തന്നെയാണ്. നാളത്തെ തലമുറയ്ക്ക് ഒരു നല്ല മാതൃകയാകാൻ ദൈവം ഞങ്ങൾ സഹായിക്കണം. ഒരു മനുഷ്യൻ ആക്സിഡന്റ് ഏത് വണ്ടി ഇടിച്ചത് അറിയില്ല. ഇയാൾ ബോധം ഇല്ലാത്ത ആളുമില്ലത് അത് വീണിട്ട് ബോധം പോയതാണോ എന്ന് കഴിയാൻ ഇപ്പോൾ എന്താ എന്താ പറ്റിയേ? അയ്യോ ചേട്ടാ, ഞാനങ്ങ് ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. എനിക്കാണെങ്കിൽ തിരിച്ചു പോയ ദിവസം അക്ഷരീയും ചെയ്തു. ചേട്ടനെ ഞാനിപ്പോൾ ഹോസ്പിറ്റലാക്കി കഴിഞ്ഞാൽ എല്ലാവരും തീരുമാനമാണ്. അതെല്ലാം നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് ഒന്നും തോന്നരുത്, ഞാൻ പോവാം. അയ്യോ ചേട്ടാ, അയ്യോ ചേട്ടൻ പറഞ്ഞത് വെള്ളമല്ല, എല്ലാവരും ലൈഫിന്റെ പോളിസിയാണ്. ചേട്ടന്റെ ഭാഗ്യം ഇന്നാണ് ക്ലാസ് ഡേ. ഇന്നൊരു വീഡിയോ മേടിച്ചാൽ നാളെ മേടിച്ചാൽ കൂടെ ക്യാഷ് ഇന്നലെ പറഞ്ഞല്ലേ എന്റെ ഫോൺ ഇരിക്കണേ, കിട്ടാൻ പാടില്ല. നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ആ ഹോട്ടൽ തന്നാൽ മതി. നിങ്ങളുടെ ഹോസ്പിറ്റൽ വീട് എന്ന് നിങ്ങളുടെ കുട്ടികൾ പഠനം ഞങ്ങൾ നടത്തും. ഞങ്ങളുടെ പാട്ട് അത്ര നിങ്ങൾക്ക് വിശ്വസിക്കാം. ഒന്നും എൻ്റെ വോട്ട് മാത്രം. ഓക്കെ, ഇനി ഒന്ന് നമുക്ക് സെറ്റ് എടുക്കാം. നിങ്ങളിപ്പോൾ കണ്ടത് രണ്ട് വലിയ പൊളിറ്റീഷ്യന്മാർ. അതേ മുറയിൽ എഴുതുന്ന ആൾക്കാരെ ആണ് സഹായമല്ല തോന്നുന്നത്. പക്ഷേ ഫേസ്ബുക്കിലും ട്വിറ്ററിലും എന്റെ പിക്ചർ പോസ്റ്റ് ചെയ്ത് വെറും പാഴാക്കുകൾ കൊണ്ട് അയാളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും ആണ് ചെയ്യുന്നത്. കണ്ടില്ല നമ്മുടെ നാട്ടുകാരെ, നമ്മുടെ നാട് നന്നാവാനും ജനങ്ങൾ നന്നാവാനും കേരളം ഇനി എത്ര നാൾ കാത്തിരിക്കും? മനോരമ ന്യൂസ് വയനാട്. അയ്യോ, ഹെൽമെറ്റ് ഇട്ടില്ലെങ്കിൽ this is what will happen. അയ്യോ ചേട്ടാ, എന്ത് പറ്റി? നിങ്ങൾ കാണുന്നത് മാറ്റങ്ങളുടെ ഇന്ത്യ, യുവാക്കളുടെ ഇന്ത്യ, നിങ്ങളുടെ ഇന്ത്യ. എനിക്ക് എന്ത് പറ്റി? ഇതെല്ലാം നിങ്ങൾ ഇന്ന് വരുമ്പോൾ വൈകിട്ട് 7 മണിക്ക് നിങ്ങൾ ആൾക്കാർ കൺവെൻഷന് വരുന്നത് നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങളുടെ പേഴ്സണലും
എന്ത് പറ്റി? ഞാൻ ഒരു ആംബുലൻസ് വിളിക്കാം. ഞങ്ങൾ ഇന്നിവിടെ മനസ്സിലാക്കാൻ ശ്രമിച്ചത് മുറിവേറ്റവരോടുള്ള നമ്മുടെ സമൂഹത്തിന്റെ പ്രതികരണമാണ്. എന്നാൽ സഭയായിരിക്കുന്ന നാം മറ്റുള്ളവരുടെ വേദനയിൽ എപ്രകാരം ഇടപെടുന്നുവെന്ന് നല്ല ക്ഷമയക്കാരിലൂടെ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നു. മുറിക്കുന്നവരായല്ല, ഉണങ്ങുന്നവരായി നമുക്ക് മാറാം. തന്നോടൊപ്പം ഒരു നാഴിക പോകാൻ ആവശ്യപ്പെടുന്നതോടുകൂടി 2 നാഴിക പോകാൻ നമുക്ക് സാധിക്കും. അവരുടെ ജീവിതത്തിലെ ക്രിസ്തു സാന്നിധ്യമായി നമ്മൾ ഏവരും മാറും.